പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത്. എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റാർക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക. പെരുമഴയത്ത് കുടപിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ കുടക്കീഴിലേക്ക് ഓടിവരും ചിലരൊക്കെ അത് നമ്മളെ കണ്ടല്ല, കുട മോഹിച്ചവരാണ്. മഴ തീർന്നാൽ അവരങ്ങു പോകും. അത് മനസ്സിലാക്കിയാൽ ജീവിതം എളുപ്പമാണ്. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. ജീവിതത്തിൽ എപ്പോഴും നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറുന്നതാണ്. നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ആയുധങ്ങളാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴിയാണ് പുഞ്ചിരി. കൂടാതെ നിശബ്ദതയാണ് പല പ്രശ്നങ്ങളും ഒഴിവാക്കാനുള്ള വഴി. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ എല്ലാവരും സ്വീകരിക്കുക. നിങ്ങളുടെ മുഖത്ത് ഭയം നിൽക്കുന്നത് വ്യക്തമായി കാണാൻ കഴിയുന്നത് പോലെയുള്ള ഓരോ അനുഭവത്തിലൂടെയും നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ ഭയം തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകും. സുഹൃത്തുക്കൾ വളരെ സഹായകരമാണ്. കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കും എന്നതിനാൽ മാത്രമല്ല, അവർ നമ്മെ നോക്കി ചിരിക്കുന്നു. അവരിലൂടെ നാം അല്പം വസ്തുനിഷ്ഠതയും അല്പം എളിമയും മര്യാദയും ഒക്കെ പഠിക്കുന്നു. നമ്മൾ ജീവിത നിയമങ്ങൾ പഠിക്കുകയും ജീവിതത്തിലെ മികച്ച ഒരു അഭ്യാസിയായി മാറുകയും അവർ കാരണം ചെയ്യുന്നു. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. അത് വിഷാദരോഗ സാധ്യതയെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഒരു പെണ്ണ് ഒരു ആണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആണ് ഒരു പെണ്ണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം ആ പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാനാവില്ല എന്നാണ്. വിജയിച്ച വ്യക്തിയും ഒരു പരാജിതനും തമ്മിലുള്ള ഏക വ്യത്യാസം ഒരാൾക്ക് മികച്ച കഴിവുകളും ആശയങ്ങളും ഉള്ളതും മറ്റേയാൾക്ക് അത് ഇല്ലാത്തതും അല്ല. മറിച്ച് വിജയിച്ച വ്യക്തിക്ക് തൻ്റെ ആശയങ്ങളെ വെല്ലുവിളിക്കാനും കൃത്യമായി കണക്കുകൂട്ടി റിസ്ക് എടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഒരു ചർച്ചയിൽ വിജയിക്കാൻ എന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരേയൊരു ഉപകരണം അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പും കൂടാതെ കസേരയിൽ നിന്നും എഴുന്നേറ്റു നടക്കാനുള്ള കഴിവാണെന്ന് മനസ്സിലാക്കുക. ഫോണിലേക്ക് വരുന്ന കോളുകൾ എടുത്ത് സംസാരിക്കാനോ ഫോണിൽ നിറയുന്ന മെസ്സേജുകൾക്ക് മറുപടി നൽകാനോ പോലും മനസ്സ് സമ്മതിക്കാതെ വരാറില്ലേ? നമ്മൾ കടന്നുപോയ മോശപ്പെട്ട സമയങ്ങളൊന്നും മറ്റൊരാളെയും ഒരു വാക്കിൻ്റെ പുറത്തു പോലും വേദനിപ്പിക്കരുത് എന്നോർത്ത് തന്നെയാണ് പലപ്പോഴും അത്തരം തീരുമാനങ്ങളിൽ എത്തുന്നുണ്ടാവുക.
ഓരോ സമയങ്ങളിലൂടെ കടന്നു പോവാനും അതിനെയെല്ലാം അതിജീവിക്കാനും കഴിയുന്നതും എത്ര മനോഹരമാണ്. മോശപ്പെട്ട കാലങ്ങളെ അതിജീവിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളുടെ കൂടെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്നത് തന്നെയല്ലേ മനുഷ്യനെ ഇത്രമേൽ ഭംഗിയുള്ളതാക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ നിങ്ങളിനിയും കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തെന്ന്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളിനിയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കടന്നു പോകുന്ന വേദന ഒന്നുമല്ലാതാകുന്ന ഒരു ദിവസവും സ്വപ്നം കണ്ട പോലെ ഒരു ജീവിതവും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സൗഹൃദം ചിലപ്പോൾ അത്ഭുതമാണ്. എന്നും കൂടെയുണ്ടാവും എന്ന് പറഞ്ഞ് കൂടെ കൂട്ടി അവർ ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമഘട്ടത്തിൽ നമ്മെ വിട്ടകന്നു പോകും. ചിലപ്പോൾ എങ്ങുനിന്നോ അറിയാതെ പെട്ടെന്ന് ഒരു നാൾ കയറി വന്ന ചിലർ അവസാനം വരെയും നമ്മുടെ കൂടെ ഉണ്ടാകും. ദൈവം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ധൈര്യമായി മാറ്റുവാനും അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനുമുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അത് ശരിയായി ഉപയോഗിക്കാനുമുള്ള വിവേകം നമ്മൾ കാണിച്ചാൽ മതി. ദേഷ്യം അത് കള്ളത്തരം മൂടിവെക്കാൻ പോകുന്ന അവൻ്റെ മുഖംമൂടിയാണ്. മൗനം അത് ക്ഷമിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണ്. കണ്ണുനീർ അത് മനസ്സ് മുറിപ്പെട്ടവൻ്റെ മുഖംമൂടിയാണ്. പുഞ്ചിരി അത് സങ്കടം മറക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണ്. കുറ്റബോധം വേണ്ട. ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ലെങ്കിൽ നിങ്ങൾ ആ കോൾ നിരാകരിക്കാവുന്നതാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിർബന്ധിക്കപ്പെടുമ്പോൾ നോ പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. കുറവുകളും അപൂർണതകളും ഉണ്ടെന്ന തോന്നലുണ്ടെങ്കിൽ വിഷമം വേണ്ട. ആരും പൂർണ്ണരല്ല. ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മടിയനാണെന്ന് അർത്ഥമില്ല. നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ കുറ്റബോധം വേണ്ട. നിങ്ങളുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഒരു തെറ്റല്ല. ചിലർക്ക് അവഗണിക്കാൻ പ്രത്യേകിച്ച് കാരണം ഒന്നും ആവശ്യമില്ല. ചിലർ അസൂയ കൊണ്ട് അവഗണിക്കും. തന്നെക്കാൾ മികച്ചതെന്ന് തോന്നിയാൽ ചിലർ അവഗണിക്കും. നമ്മളെക്കാൾ മികച്ച ഒരാളെ കിട്ടിയെന്ന് തോന്നിയാൽ ചിലർ അവഗണിക്കുന്നു. ചിലർ സ്നേഹം അഭിനയിച്ച് മനസ്സുകൊണ്ട് അവഗണിക്കും. രക്ഷപ്പെട്ടില്ലെങ്കിലും ഞാൻ കാരണം അവൻ രക്ഷപ്പെടരുത് എന്നോർത്ത് അവഗണിക്കും. നമ്മളെ അവഗണിക്കുന്നവർക്ക് ഒരിക്കലും യഥാർത്ഥ സ്നേഹമോ ആത്മാർത്ഥതയോ കാണുകയില്ല. അടുത്തറിയുമ്പോൾ പല ബന്ധങ്ങളിലും ആദ്യം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് സംശയം തോന്നാം. അതൊരു സംശയമല്ല. ആദ്യവും അവൻ അങ്ങനെയായിരുന്നു. ആവശ്യങ്ങൾക്കായി അഭിനയിച്ച് ഭംഗി വരുത്തിയ ബന്ധങ്ങൾ പിന്നീട് നേടാൻ ഒന്നുമില്ലാതെ വരുമ്പോൾ സത്യാവസ്ഥ മറനീക്കി പുറത്തു വരുന്നതാണ്. അഭിനയിച്ചെടുത്ത ബന്ധങ്ങളെല്ലാം ആദ്യവും അവസാനവും ഒരേപോലെയാകില്ല. ആത്മാർത്ഥതയുള്ള ബന്ധങ്ങൾ അന്നും ഇന്നും ഒരേപോലെ ആയിരിക്കും. അഭിനയം കൊണ്ട് വഞ്ചന വിതയ്ക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവരുടെ വേദനകളെക്കുറിച്ച് ചിന്തിക്കില്ല. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ വീണു പോകാതിരിക്കുക. അവർക്കൊക്കെ നമ്മൾ അടുത്ത കഥ തുടങ്ങുന്നത് വരെയുള്ള കഥാപാത്രങ്ങൾ മാത്രമാണ്. ആളുകൾ നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൂല്യം കുറയ്ക്കുക, നിങ്ങളുടെ ഇമേജ് നശിപ്പിക്കുക, ഭ്രാന്ത് പിടിപ്പിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുൻവിധി കൽപ്പിക്കുക, നിങ്ങളുടെ ഭാവനയെ അപമാനിക്കുക, നിങ്ങളുടെ കഴിവുകൾ നശിപ്പിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിരാകരിക്കുക. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒരു അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.